ഞാൻ ഇന്ന് രാവിലെ 6:32 ബത്തൂമിയിലെത്തിയത്. ഇനി കുറച്ച് ദിവസം നമുക്ക് ബത്തൂമി സിറ്റി ഒന്ന് ചുറ്റിക്കാണാം. നമ്മുടെ എക്സ്പ്ലോറിംഗ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ 8ാമത്തെ ദിവസമാണ് ഇന്ന്. എക്സ്പ്ലോറിംഗ് യൂണി എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയാം. നമുക്ക് ഇന്ന് മുതൽ ജോർജിയയിലുള്ള ഓരോ മെഡിക്കൽ യൂണിവേഴ്സിറ്റിക്കും പോയി അവിടെയുള്ള യൂണിവേഴ്സിറ്റി ഇൻഫ്രാസ്ട്രക്ചറും എഡ്യൂക്കേഷൻ ക്വാളിറ്റിയും സ്റ്റുഡന്റ് ലൈഫും അതുപോലെ തന്നെ അവിടെയുള്ള ക്ലിനിക്കൽ ഫെസിലിറ്റീസും അതുപോലെ തന്നെ കുട്ടികളുടെ ഫുഡ് അക്കോമഡേഷൻ ഇങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും 1 by 1 ആയി നേരിട്ട് കാണുകയും അവിടെയുള്ള കുട്ടികളോടും ടീച്ചേഴ്സിനോടും അവിടെയുള്ള നേറ്റീവ്സിനോടും യൂണിവേഴ്സിറ്റിയിലുള്ള പ്രൊഫസേഴ്സിനോടും മാനേജ്മെന്റിനോടൊക്കെ സംസാരിച്ച് ജോർജിയയിലുള്ള മെഡിക്കൽ എഡ്യൂക്കേഷൻ എങ്ങനെയാണെന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാം. രാത്രി 1 മണിക്ക് പുറപ്പെട്ടിട്ട് 7 മണിക്ക് ഇവിടെ എത്തുന്നുള്ളതായിരുന്നു. പക്ഷേ 6:30 ആകുമ്പോഴേക്കും അവർ കറക്റ്റ് സമയത്ത് ഇവിടെ ബത്തൂമിയിൽ എത്തിയിട്ടുണ്ട്. ബത്തൂമിയിൽ ബസ് ഇറങ്ങിയ സമയത്ത് എനിക്ക് വേറൊരു ഫീലായിരുന്നു. അവിടുത്തെ ക്ലൈമറ്റും കാറ്റും ആ ലൈറ്റ്സും ബിൽഡിംഗ് ഒക്കെ കൂടെ കണ്ടിട്ടാണെന്ന് തോന്നുന്നത്. ബത്തൂമി ഒരു ബീച്ച് സൈഡ് സിറ്റിയാണ്, ബ്ലാക്ക് സീയുടെ ചാരത്തിലുള്ള ഒരു കുഞ്ഞു സിറ്റി. പക്ഷേ ബത്തൂമി ഒരു ടൂറിസ്റ്റ് സിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ടൂറിസ്റ്റുകൾ ഓരോ വർഷവും ബത്തൂമിയിലേക്ക് വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ബത്തൂമി വെൽ മെയിൻറ്റൈൻഡ് ആക്കിയിട്ട് ജോർജിയ കീപ്പ് ചെയ്യുന്ന ഒരു സിറ്റിയാണ്. ടൂറിസ്റ്റുകൾ വരുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ലക്ഷറി ഹോട്ടലുകൾ അവർക്ക് വേണ്ടിയിട്ട് ഇവിടെ ഉണ്ട്. ഞാനിപ്പോൾ വന്നേക്കുന്ന ഈ ഒരു സീസൺ വിന്റർ സീസണാണ്. ശരിക്കും ഇത് ഇവിടുത്തെ ടൂറിസത്തിന്റെ സീസണല്ല, സമ്മറാണ് ഇവിടുത്തെ മെയിൻ ടൂറിസ്റ്റ് സീസൺ. ഞാൻ അവിടുന്ന് ബത്തൂമിയിൽ ബുക്ക് ചെയ്ത ഹോട്ടലിലേക്ക് യാൻഡെക്സ് ഇട്ടു. ശരിക്കും ബത്തൂമി സിറ്റിയിലേക്ക് ടിബിലിസിയിൽ നിന്ന് ഓൾമോസ്റ്റ് 6 മണിക്കൂറോളം ട്രാവൽ ചെയ്യാനുണ്ട്. അങ്ങനെ ഞാൻ റൂമിലേക്ക് എത്തി ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം റൂമിന്റെ ബാൽക്കണിയിലൂടെ ഒന്ന് പുറത്തേക്ക് നോക്കുന്ന സമയത്ത് ബത്തൂമിയുടെ ഒരു അടിപൊളി വ്യൂ കാണായിരുന്നു. ഞാൻ റൂം ബുക്ക് ചെയ്ത ഓർബി സിറ്റി എന്ന് പറഞ്ഞ ഈ ഒരു ഹോട്ടലിൽ തന്നെ ഒരുപാട് കുട്ടികൾ അപ്പാർട്ട്മെന്റ് എടുത്ത് സ്റ്റേ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ അപ്പാർട്ട്മെന്റും എൻ്റെ ഈ റൂം പോലെ തന്നെയാണ് ഓൾമോസ്റ്റ് കാണാൻ. ഇതിപ്പോൾ ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ് ആണ്, ഒരു റൂമും ഒരു കിച്ചണും ഒരു ബാത്റൂമും ഉള്ള രീതിയിൽ. അപ്പോൾ ഇതുപോലെയാണ് 2 പേർക്കൊക്കെ നിൽക്കാനുള്ള ചെറിയ അപ്പാർട്ട്മെന്റുകൾ ഉണ്ടാവുക. അപ്പോൾ ഞാനിന്ന് പോകുന്നത് ബത്തൂമി യൂണിവേഴ്സിറ്റി കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ബത്തൂമി യൂണിവേഴ്സിറ്റി പഠിക്കുന്ന കുട്ടികളെ കൂട്ടിയിട്ട് അവിടെ എങ്ങനെ യൂണിവേഴ്സിറ്റി ഉണ്ട്, അവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റി എങ്ങനെയുണ്ട്, യൂണിവേഴ്സിറ്റി ഇൻഫ്രാസ്ട്രക്ചർ എങ്ങനെയുണ്ട്, അതുപോലെ തന്നെ അവിടുത്തെ ഹോസ്റ്റൽ ഫെസിലിറ്റീസ് എങ്ങനെയുണ്ട്, പിന്നെ അതുപോലെ തന്നെ അവിടുത്തെ ഫുഡ് എങ്ങനെയുണ്ട്, ഈ സിറ്റി എങ്ങനെയുണ്ട്, ബത്തൂമി സിറ്റി ഇപ്പോഴത്തെ സ്റ്റുഡൻറ് ലൈഫ് എങ്ങനെയുണ്ട്, ഇങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യും. അപ്പോൾ ബത്തൂമി അല്ലെങ്കിൽ ജോർജിയ അല്ലെങ്കിൽ അബ്രോഡ് MBBS ഉദ്ദേശിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യും. അപ്പോൾ ബത്തൂമി യൂണിവേഴ്സിറ്റിയെ കുറിച്ചുള്ള ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. അങ്ങനെ ഞാനൊന്ന് റെഡിയായി യൂണിവേഴ്സിറ്റി കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ശരിക്കും ബത്തൂമി സിറ്റിയിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു 10 മിനിറ്റ് പോകാനുള്ള യൂണിവേഴ്സിറ്റിയിലേക്ക്. ഞാൻ യൂണിവേഴ്സിറ്റിയുടെ ബാക്ക് സൈഡിലാണ് വന്നിറങ്ങിയത്. പിന്നെ നോക്കുന്ന സമയത്ത് ബത്തൂമി യൂണിവേഴ്സിറ്റി ഇന്റീരിയർ നമ്മുടെ നാട്ടിലൊക്കെ മോഡേൺ ബിൽഡിങ്ങുകളില്ലേ, അതുപോലെ നമുക്ക് തോന്നും. ബത്തൂമിയുടെ പിന്നിലൊരു റോഡ് ഉണ്ട്, അതിന്റെ നേരപ്പുറം ഒരു പാർക്ക് ഉണ്ട്. ഈ പാർക്കൊക്കെ നമുക്ക് യൂണിവേഴ്സിറ്റി കണ്ട് കഴിഞ്ഞിട്ട് വന്ന് കാണാം. അങ്ങനെ ഞാൻ പിന്നിന്ന് നടന്ന് യൂണിവേഴ്സിറ്റിന്റെ മുന്നിലേക്ക് വന്നു. യൂണിവേഴ്സിറ്റിന്റെ മുന്നിലെത്തിയപ്പോഴാണ് അതിന്റെ ശരിക്കുള്ള ഒരു ലുക്ക് നമുക്ക് മനസ്സിലാവുക. നീലയിൽ വെള്ള പെയിന്റ് അടിച്ചിട്ട് ഒരു ലെജൻഡറി ലുക്കാണ് ബത്തൂമിക്കുള്ളത്. ബ്ലാക്ക് സീയുടെ ചാരത്ത് പടുകൂറ്റം ബിൽഡിങ്ങുകളുടെ ഇടയിൽ നീലയിൽ വെള്ള പെയിന്റ് അടിച്ചുള്ള ഒരു ലെജൻഡറി ലുക്ക്. ബത്തൂമി യൂണിവേഴ്സിറ്റി കണ്ടു കഴിഞ്ഞാൽ ഏതൊരാൾക്കും ഒറ്റ നോട്ടത്തിൽ ഇഷ്ടാവും. യൂണിവേഴ്സിറ്റിന്റെ പിന്നിലൊരു പാർക്ക് ഉണ്ട് എന്ന് പറഞ്ഞില്ലേ, അതേപോലെ തന്നെ ഒരു പാർക്ക് യൂണിവേഴ്സിറ്റിന്റെ മുന്നിലുണ്ട്. ആ പാർക്കിൽ വെട്ടി ഒതുക്കി വെച്ചേക്കുന്ന ചെടികളും കണ്ട് കടലിൽ നിന്ന് വരുന്ന ചെറിയൊരു കാറ്റും കൊണ്ട് അവിടെയുള്ള സീറ്റിൽ ഇരിക്കാന്ന് പറഞ്ഞാൽ നല്ല രസം. ഞാനങ്ങനെ ആ പാർക്കിന്റെ ഉള്ളിൽ കൂടെ ബ്ലാക്ക് സീ കാണാൻ വെച്ച് അങ്ങോട്ടേക്ക് നടക്കുന്ന സമയത്താണ് സൈഡിൽ ഒരു സൈക്കിൾ റെന്റിന് എടുക്കാനുള്ള ഓപ്ഷൻ കാണും. സൈക്കിൾ നമുക്ക് ഇവിടുന്ന് റെന്റിന് എടുത്തിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബത്തൂമിക്ക് ഇറങ്ങാം, കണ്ടില്ലേ? അതായത് ആ സൈക്കിളിന്റെ മുകളിൽ ഒരു QR കോഡ് ഉണ്ട്, അത് സ്കാൻ ചെയ്ത് ആ ആപ്പിൽ പേയ്മെന്റ് ചെയ്ത് ഈ സൈക്കിൾ നമുക്ക് എടുക്കാൻ പറ്റും. എന്നിട്ട് ബത്തൂമി ഫുള്ള് ചവിട്ടി നടക്കാം. ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സമ്മറാണ് ഇവിടുത്തെ മെയിൻ സീസൺ. നമ്മളിപ്പോൾ വന്ന വിന്റർ അല്ല. അതുകൊണ്ട് ഈ സീസണിൽ അവർ മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ മെയിനായിട്ട് ചെയ്യണത്. സീ സൈഡ് ബത്തൂമിയുടെ നേരെ മുന്നോട്ടത് യൂണിവേഴ്സിറ്റി. അതാണ് യൂണിവേഴ്സിറ്റി, നമ്മൾ വന്നത് അവിടെ നിന്നാണ്. അതാണ് യൂണിവേഴ്സിറ്റി. അപ്പോൾ ഇത് അതിൻ്റെ നേരെ മുന്നിലാണ് സീ സൈഡ്, അല്ലേ? ഇത് കടലാണ്, നേരെ മുന്നിൽ കടലാണ്. ഞാനങ്ങനെ ബ്ലാക്ക് സീൻ്റെ അടുത്തേക്ക് മെല്ലെ നടന്ന്. ശരിക്കും ബ്ലാക്ക് സീ ഒരു അടിപൊളി ലുക്കായിരുന്നു. ബ്ലാക്ക് സീൻ്റെ ഈ ഒരു തീരത്ത് സമ്മറിൻ്റെ സമയത്ത് ഒരുപാട് ടൂറിസ്റ്റുകൾ യൂറോപ്യൻസും ഏഷ്യനൊക്കെ വന്ന് നിറയാറുണ്ട്. സമ്മർ സമയം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികളുടെ വെക്കേഷൻ്റെ സമയമാണ്. ആ സമയം തന്നെയാണ് ഇവിടെ ടൂറിസ്റ്റ് സീസണും. അതുകൊണ്ട് തന്നെ ചില കുട്ടികൾ നാട്ടിൽ പോകാതെ ഇവിടെ തന്നെ നിൽക്കാറുണ്ട്. കാരണം സമ്മർ ടൈമിലാകുന്ന സമയത്ത് ഇവിടെ ഒരുപാട് പാർട്ട് ടൈം ഓപ്ഷൻസ് ഉണ്ടാവും. ഇംഗ്ലീഷ് ലാംഗ്വേജ് മാത്രം അറിഞ്ഞിട്ട് നമുക്ക് ആ പാർട്ട് ടൈം ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നാട്ടിൽ പോകാതെ ഇവിടുന്ന് പാർട്ട് ടൈം ചെയ്യുന്ന കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. ബത്തൂമി യൂണിവേഴ്സിറ്റിയിലെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വെറും $5000 മാത്രമേ ഫീസ് ഉള്ളൂ എന്നുള്ളതാണ്. ഭയങ്കരമായ ഒരു അഡ്വാൻറ്റേജ് ആണ്. കാര്യം ഈ സിറ്റിയുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്, പക്ഷേ ഇവിടെ ക്ലിനിക്കൽസ് കുറവാണ്. അതുകൊണ്ട് ഇപ്പോൾ ടിബിലിസിയിൽ കിട്ടുന്ന അത്രയും ക്ലിനിക്കൽസ് കിട്ടുമെന്നുള്ളത് പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഇവിടുത്തെ ക്ലിനിക്കൽസിലൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ഞാൻ കടൽ കാണാനല്ലല്ലോ വന്നത്, ഇങ്ങനെ കടലും കണ്ടിരുന്നാൽ ശരിയാവില്ല എന്ന് വെച്ചാൽ ഞാൻ നേരെ യൂണിവേഴ്സിറ്റിയിലേക്ക് നടന്നു. ശരിക്കും നമ്മളിന്ന് ബത്തൂമി യൂണിവേഴ്സിറ്റി കാണുന്ന ഒറ്റയ്ക്കല്ല, ബത്തൂമി യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന മലയാളി സ്റ്റുഡൻ്റ് ആയിട്ടുള്ള ജിതിൻ ബ്രോ കൂടെ നമ്മളെ കൂടെ ഉണ്ട്. അങ്ങനെ യൂണിവേഴ്സിറ്റിയിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ കാണുന്ന ഒരു ലോബിയാണ്. യൂണിവേഴ്സിറ്റി കിട്ടിയ മെഡലുകളും സർട്ടിഫിക്കറ്റ്സും ഒക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ട്രോഫീസ് ഒക്കെ ഉണ്ടല്ലേ.
അതെ അതെ ട്രോഫീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ആ ഡോറിലൂടെയാണ് നമ്മൾ വന്നത്. അതിൽ നമ്മുടെ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് വിൻ ചെയ്ത ട്രോഫി ഉണ്ട്. അഗ്നി എന്ന് പറഞ്ഞൊരു ഫെസ്റ്റ്, അഗ്നിയുടെ ഇന്ത്യൻസ് സംഘടിപ്പിച്ചൊരു ഫെസ്റ്റ് ഉണ്ടായിരുന്നു, അഗ്നി എന്ന് പറഞ്ഞാൽ. അതിൽ നമ്മൾ ഇന്ത്യൻസിന് മാത്രമായിട്ട് ലൈക്ക് ഇവൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ക്രിക്കറ്റ് ടൂർണമെൻറ്റ്, വോളിബോൾ, ഫുട്ബോൾ, കബഡി, പിന്നെ അല്ലാത്ത ആക്ടിവിറ്റീസ് എല്ലാം കൂടി കാരണം പിന്നെ ഓവറോൾ നമ്മുടെ MD5 എന്ന് പറഞ്ഞ ബാച്ചാണ് വിൻ ചെയ്തത്. ഓവറോൾ ട്രോഫിയുടെ സംഭവമാണിത്. ബത്തൂമി യൂണിവേഴ്സിറ്റിയിൽ ഇന്ത്യൻ സ്റ്റുഡൻസ് മാത്രമല്ല ഒരുപാട് ജോർജിയൻ സ്റ്റുഡൻസും പഠിക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യൻ സ്റ്റുഡൻസിന്റെ ബാച്ചിൽ മോസ്റ്റ്ലി ഇന്ത്യൻ സ്റ്റുഡൻസ് മാത്രമേ ഉണ്ടാവാറുള്ളൂ. ഞാനങ്ങനെ ലോബിയിൽ നിന്ന് നേരെ യൂണിവേഴ്സിറ്റിയിലേക്ക് കയറുന്ന സമയത്ത് യൂണിവേഴ്സിറ്റി ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് പോകാനുള്ള ഒരു വഴിയും ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കുള്ള പാസേജുകളാണ് ഉണ്ടായത്. എന്നാൽ ഈ പാസേജിലേക്ക് പോകാതെ തൊട്ടടുത്തൊരു ഡോർ കണ്ടപ്പോൾ ഞാൻ അതിലൂടെ അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി. അവിടത്തേക്ക് ഇറങ്ങുന്ന സമയത്താണ് യൂണിവേഴ്സിറ്റി എങ്ങനെയാണ് നമുക്ക് ശരിക്കും മനസ്സിലാവുന്നത്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് മെഡിസിൻ മാത്രമല്ല, അല്ല മെഡിസിൻ അല്ല. ഇവിടെ ടൂറിസം ഉണ്ട്, എക്കണോമി ഉണ്ട്, ഡെന്റിസ്ട്രി ഉണ്ട്, അതൊക്കെ ഉണ്ട്. ഡെന്റിസ്ട്രി ഉണ്ട്. ഇപ്പോൾ ഓരോ ഫ്ലോർ ഓരോ ഫാക്കൽറ്റിയാണ്. ലിറ്ററേച്ചർ ഉണ്ട്. നമുക്കിപ്പോൾ നമ്മുടെ ഫാക്കൽറ്റിന് ജോർജിയൻസും പഠിക്കുന്നുണ്ട്. പക്ഷേ ലൈക്ക് നമ്മുടെ കൂടെ നമുക്ക് ക്ലാസ്സസ് പറയുമ്പോൾ ഇന്ത്യൻസിന് സെപ്പറേറ്റ് ആണ് ക്ലാസ്. ഇന്ത്യൻസ് മാത്രമേ ഉള്ളൂ. ഇന്ത്യൻസ് മാത്രമേ ഉള്ളൂ. പിന്നെ അല്ലാതെ ഇന്ത്യൻസിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ ലൈക്ക് പാകിസ്ഥാനിൽ നിന്നോ അങ്ങനെ എങ്ങനെയെങ്കിലും വന്നാലേ ഉള്ളൂ. ശരിക്കും ഒരു 4 കെട്ട് പോലെ തന്നെ 4 ഭാഗത്തും ബിൽഡിങ്ങുള്ള ഒരു ആർക്കിടെക്ചറാണ് ബത്തൂമിക്കുള്ളത്. ഈ യൂണിവേഴ്സിറ്റിന്റെ പേര് ബത്തൂമി ഷോട്ടാ റുസ്താവലി സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി എന്ന് വരാൻ കാരണം ഈ ഷോട്ടാ റുസ്താവലി എന്ന് പറഞ്ഞാൽ ജോർജിയയിലുള്ള പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. അദ്ദേഹത്തിന്റെ സ്മരണയ്ക്ക് വേണ്ടിയിട്ടാണ് ഷോട്ടാ റുസ്താവലി സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി എന്ന് ഇതിന് പേരിട്ടത്. അങ്ങനെ ഞങ്ങൾ ആ കോട്ടയാടിലൂടെ നടക്കുന്ന സമയത്ത് അവിടെ ഒരു ഫുട്ബോൾ ഗ്രൗണ്ടും ബാസ്കറ്റ്ബോൾ ഗ്രൗണ്ടൊക്കെ ഉണ്ട്. ജോർജിയയിലെ യൂണിവേഴ്സിറ്റിന്റെ ഉള്ളിൽ ഫുട്ബോൾ കോർട്ടും ബാസ്കറ്റ്ബോൾ കോർട്ടൊക്കെ ഉള്ള കുറച്ച് യൂണിവേഴ്സിറ്റികൾ മാത്രമേ ഉള്ളൂ. ആ ഒരു ഗ്രൗണ്ടിന്റെ നേരെ മുന്നിലുള്ള ബിൽഡിംഗ് ആണ് ശരിക്കും മെഡിക്കൽ ബ്ലോക്ക്. ഇത് ഈ ഇടയ്ക്കൊന്ന് സെറ്റാക്കി എടുത്തതായി, ഫുള്ളൊന്ന് റീനോവേറ്റ് ചെയ്ത് എടുത്തത് ഈ ഇടയ്ക്കാണ്. അപ്പം ഇടയ്ക്ക് ഇപ്പോൾ കുറച്ച് ദിവസം കൂടി സെറ്റപ്പ് ആയത് ഇപ്പോൾ സംഭവം. ഫുട്ബോളൊക്കെ കളിക്കാൻ സമ്മതിക്കും. ഫുട്ബോളും വോളിബോളും എല്ലാം പിള്ളേർ കളിക്കാറുണ്ട്. ഇപ്പോൾ നമ്മുടെ ജൂനിയേഴ്സ് ഒക്കെ കളിക്കാറുണ്ട്. പിന്നെ സമയമൊന്നുമില്ല. അല്ല യൂണിവേഴ്സിറ്റി ഓപ്പൺ ആയിരിക്കുന്ന സമയത്ത് നമുക്ക് ചെയ്യാം. അത് സമയമൊക്കെ അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല. ബാസ്കറ്റ് ബോൾ ആയാലും ഫുട്ബോൾ ആയാലും കളിക്കാൻ അതിനൊരു പ്രശ്നമില്ല. കുട്ടികൾക്ക് ഇവിടെ കളിക്കാൻ ഒരു പ്രശ്നമില്ല. ഇതിൽ ഏത് ഫ്ലോറിലാണ് നമ്മുടെ 3rd ഫ്ലോറിലാണ് നമ്മുടെ മെഡിക്കൽ വരുന്നത്. 3rd ഫ്ലോർ മാത്രം. 3rd ഫ്ലോർ അവിടെ തന്നെ നമുക്ക് ലാബുണ്ട്. പിന്നെ അനാറ്റമിക് ആയിട്ടുള്ളൊരു സ്റ്റഡി ഏരിയ, ബോൺസും സംഭവങ്ങളൊക്കെ ഉള്ള ഏരിയയും. അവിടുത്തെ പിന്നെ സുവോളജിയുടെ ഡിപ്പാർട്ട്മെന്റും അതാണ് അവിടെ. ആ ഒരു ബിൽഡിംഗിലേക്ക് കയറുന്ന സമയത്ത് ആ ബിൽഡിംഗിൽ ഏതൊക്കെ കോഴ്സുകൾ ഉണ്ട് എന്നുള്ള അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ബിൽഡിംഗിന്റെ 3rd ഫ്ലോറിലാണ് മെഡിക്കൽ ഫാക്കൽറ്റി. ഞങ്ങൾ അങ്ങനെ ആദ്യം തന്നെ ആ ഒരു ബ്ലോക്കിലുള്ള ഒരു ലെക്ചർ ക്ലാസ്സിലേക്ക് പോയി. സാധാരണ ബത്തൂമിയിൽ ഒരു ബാച്ചിൽ 100 to 140 കുട്ടികളാണ് ഉണ്ടാവാറ്. 2 ടൈപ്പ് ക്ലാസ്സുകളാണ് സാധാരണ ബത്തൂമിയിൽ നടക്കാറുള്ളത്. ഒന്ന് ലെക്ചർ ക്ലാസ്സും രണ്ടാമത്തെ സെമിനാർ ക്ലാസ്സും. ലെക്ചേഴ്സ് എല്ലാം മെയിൻലി ഒരുമിച്ചായിരിക്കും. ഒന്നുകിൽ ABC, ഓരോ സിക്ക്, എക്ക്, ബിക്ക് അങ്ങനെ ലെക്ചേഴ്സ്. അല്ലെങ്കിൽ വരുന്ന സമയം എന്ന് വെച്ചാൽ നമുക്ക് ഓഡിറ്റോറിയം ഉണ്ട്, ABC 3 ഒരുമിച്ച്. കാരണം പുറത്തുനിന്ന് വന്ന ടീച്ചേഴ്സൊക്കെ ആണെങ്കിൽ തിബിളിസിൽ നിന്നൊക്കെ ടീച്ചേഴ്സ് ഒന്ന് ലെക്ചർ എടുക്കാറുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ പുറത്തുനിന്ന് ടീച്ചേഴ്സ് ആണെങ്കിൽ അങ്ങനെ ആയിരിക്കും. പിന്നെ യൂഷ്വലി ABC അങ്ങനെ ഓരോരോ ഗ്രൂപ്പ്, പിന്നെ ഗ്രൂപ്പ് വർക്ക്സിന് C1 C2 ആ രീതിക്കായിരിക്കും സംഭവങ്ങൾ വരുന്നത്. അപ്പോൾ ഈ ലെക്ചർ എന്ന് പറഞ്ഞാൽ ലെക്ചറും പിന്നെ ഇതും സെമിനാറും സെപ്പറേറ്റ് ആണ്. ഒരു വീക്ക് ലെക്ചറും അടുത്ത വീക്ക് സെമിനാറും ആണോ? ഡിപ്പെൻസ്. കാരണം ചിലപ്പോൾ ഇപ്പോൾ 2 ദിവസം ലെക്ചർ എടുത്തിട്ട് ഒരു ദിവസം ഗ്യാപ്പ് കെട്ടിയിട്ട് ഗ്രൂപ്പ് വർക്ക് എന്ന് വെച്ചാൽ അസസ്മെൻറ്റ്സും, അല്ലെങ്കിൽ ചിലപ്പോൾ PPT പ്രസൻറ്റേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ സെമിനാർ ആയിരിക്കാം. അങ്ങനത്തെ രീതിയിൽ അസസ് ചെയ്യുക മാർക്കുണ്ട് പലരും. കാരണം ഇവിടുത്തെ മാർക്ക് സിസ്റ്റം വരുന്നതെന്ന് വെച്ചാൽ ഔട്ട് ഓഫ് 100 40 മാർക്സ് എന്ന് പറയുമ്പോൾ ഇന്റേണൽ മാർക്സ് ആണ്. 40 മാർക്സ് ഇന്റേണൽ, പിന്നെ 20 മാർക്സ് മിഡ് ടേം, 40 മാർക്സ് ഫൈനൽ. എക്സാംസ് മാത്രം 60 മാർക്സും ഇന്റേണൽ മാർക്ക് 40 മാർക്സും. അതിൽ നമ്മുടെ സമയത്തെന്ന് വെച്ചാൽ ഞാൻ വന്നപ്പോൾ 5 വർഷം മുമ്പ് ഈ ഔട്ട് ഓഫ് 60 മിഡ് ടേം ആൻഡ് ഇന്റേണൽ ഔട്ട് ഓഫ് 60 21 ഉണ്ടെങ്കിൽ എക്സാമിന് ഇരിക്കാം. ഫൈനലും കൂടി ചേർത്ത് ഔട്ട് ഓഫ് 100 51 ഉണ്ടെങ്കിൽ എക്സാം പാസ്സാവും. പക്ഷേ ഇപ്പോൾ എന്ന് വെച്ചാൽ മിഡ് ടേം ആൻഡ് അസസ്മെൻറ്റ്സ് ലൈക്ക് മിഡ് ടേം ആൻഡ് ഇന്റേണലി ഉൾപ്പെടെ 31, ബട്ട് ഫൈനൽ സ്കോർ സെയിം ആണ് 51 മാർക്സ്. ബട്ട് ഇപ്പോൾ അങ്ങനെ ലൈക്ക് നമ്മൾ പണ്ടാണെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ 31 നമ്മൾ ടാർഗറ്റ് ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് ഔട്ട് ഓഫ് 40 ഇപ്പോൾ 21 ഉണ്ടായിരുന്നുള്ളൂ, ഔട്ട് ഓഫ് 60 21 ഉണ്ടായിരുന്നെങ്കിൽ ലാസ്റ്റ് എക്സാമിന് ഔട്ട് ഓഫ് 40 നമുക്ക് പിന്നെ 30 35 അതൊക്കെ പാടാണ്. ഞാനിവിടെ പഠിക്കുന്ന കുട്ടികളോട് സംസാരിച്ച സമയത്ത് ഈ 31 മാർക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ട് നല്ല ഫോക്കസ്ഡ് ആയിട്ട് ഇരുന്ന് പഠിച്ചാൽ മാത്രമേ ആ ഒരു മാർക്ക് കിട്ടുള്ളൂ. പ്രോപ്പർ ആയിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്ത് കൺസിസ്റ്റന്റ് ആയിട്ട് പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഫെയിൽ ആവും, ഇയർ ബാക്ക് ആവും. പിന്നെ ബത്തൂമിയിൽ അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾ വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബത്തൂമിയിലുള്ള പേപ്പർ വർക്ക് ഭയങ്കര സ്ലോ ആണ്.
അതുകൊണ്ട് ബത്തൂമിയിൽ അഡ്മിഷൻ എടുക്കുന്ന ഭൂരിഭാഗം കുട്ടികളും സെപ്റ്റംബറിൽ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ ഫെബ്രുവരി ഇൻടേക്കിനേക്കാണ് ബത്തൂമിയിൽ എത്തുന്നത്. നമ്മൾ ബത്തൂമി യൂണിവേഴ്സിറ്റിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ യൂട്യൂബ് ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതിൽ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനെ കുറിച്ചിട്ടും സബ്ജക്റ്റിനെ കുറിച്ചിട്ടും മാർക്കിംഗ് സിസ്റ്റത്തിനെ കുറിച്ചിട്ടും എക്സാമിനേഷനെ കുറിച്ചിട്ടും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. അതിൽ പോയിട്ട് അതൊന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിനെ കുറിച്ചുള്ള എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അങ്ങനെ ഞങ്ങൾ ഓരോ ക്ലാസ്സുകളിലായിട്ട് കയറി ഇറങ്ങി. ക്ലാസ്സുകൾ ഇൻഫ്രാസ്ട്രക്ചർക്ക് അടിപൊളിയായിരുന്നു. അവിടെ ഞങ്ങൾ അങ്ങനെ ക്ലാസ്സിൻ്റെ അടുത്തുള്ള ഒരു ലാബിലേക്ക് കയറി. അതും കണ്ട് തൊട്ടടുത്തുള്ള ഡിസ്കഷൻ റൂമിലേക്ക് പോയി. 10-12 കുട്ടികളാണല്ലോ ഒരു ഗ്രൂപ്പിൽ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അത്രയും കുട്ടിക്ക് ഇരിക്കാൻ പറ്റിയ ചെറിയ ഡിസ്കഷൻ റൂമുകളാണ് അവിടെ ഉള്ളത്. ബത്തൂമിയിൽ സ്കെഡ്യൂൾ അനുസരിച്ചാണ് ക്ലാസ് ഉണ്ടാവുക. രാവിലെ മുതൽ വൈകുന്നേരം വരെ കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് എടുക്കുന്ന ഒരു രീതിയല്ല ഇവിടെ ഉള്ളത്. അത് ജോർജിയയിൽ ഒരു യൂണിവേഴ്സിറ്റിയിലും അങ്ങനെയല്ല. അങ്ങനെ ഞങ്ങൾ ആ ബ്ലോക്കിലൂടെ നടക്കുന്ന സമയത്ത് ആ ബ്ലോക്കിന്റെ നടുവിലായിട്ട് ഒരു വെയിറ്റിംഗ് ഏരിയ ഉണ്ട്. കുട്ടികൾ വൈവയ്ക്കൊക്കെ വെയിറ്റ് ചെയ്യാനും എക്സാമിന് വെയിറ്റ് ചെയ്യാനും അതേപോലെ തന്നെ പഠിക്കാനൊക്കെ വേണ്ടി വന്നിരിക്കുന്ന ഒരു സ്ഥലമാണത്. വെയിറ്റിംഗ് ഏരിയ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ സ്റ്റാഫ് റൂമുകളും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഞങ്ങൾ പോയത് ഒരു ഡിസ്കഷൻ റൂമിലേക്കാണ്. ഒരു 10-20 പേർക്ക് വട്ടത്തിലിരുന്ന് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു റൂം. സാധാരണ ഗ്രൂപ്പ് ഡിസ്കഷനും സെമിനാർ ക്ലാസ് ഒക്കെയാണ് ഈ ഒരു ക്ലാസ്സിൽ കണ്ടക്ട് ചെയ്യാറുള്ളത്. ജോർജിയയിലെ എല്ലാ യൂണിവേഴ്സിറ്റികളും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ആദ്യത്തെ 3 വർഷം പ്രീ ക്ലിനിക്കൽസും അടുത്ത 3 വർഷം ക്ലിനിക്കൽസും ആണ്. ഈ പ്രീ ക്ലിനിക്കൽ സമയത്താണ് കുട്ടികൾ ഈ ഒരു യൂണിവേഴ്സിറ്റി ബ്ലോക്കിൽ നിന്ന് പഠിക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ് ഹോസ്പിറ്റലിലാണ് അവർക്ക് ക്ലാസ് ഉണ്ടാവുക. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ജോർജിയയിലും 3rd ഇയർ കഴിഞ്ഞാൽ നമുക്ക് ഒബ്സർവേഷൻ ഷിപ്പിന് ഹോസ്പിറ്റലിൽ കയറാൻ പറ്റും. അതായത് നമുക്ക് രോഗികളുടെ വൈറ്റൽസ് എടുക്കാനും എക്സാമിൻ ചെയ്യാനും എല്ലാം ഇവിടെയും അലൗഡാണ്. ഞാൻ അങ്ങനെ ആ ബിൽഡിങ്ങിലൂടെ നടന്ന് അതിന്റെ ഒരു എൻഡിലേക്ക് എത്തിയ സമയത്ത് അവിടെ ഒരു ജിംനാസി ഉണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് ഞാൻ ഒരു യൂണിവേഴ്സിറ്റിയിൽ ജിംനാസിയം കാണുന്നത്. അത്യാവശ്യം വലിയൊരു ഏരിയ തന്നെയാണ് ആ ഒരു ജിംനാസി ഉള്ളത്. ആ ഒരു ജിംനാസിയത്തിൽ ഭൂരിഭാഗവും പുറത്തുനിന്ന് വന്ന കുട്ടികളാണ്, കൂടുതലും ചെറിയ കുട്ടികളാണ് കാണുന്നത്. ഈ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ഇന്ത്യൻ സ്റ്റുഡൻസോ അല്ലെങ്കിൽ മലയാളി സ്റ്റുഡൻസോ ഒന്നും അങ്ങോട്ടേക്ക് പോകാറില്ല എന്നാണ് എന്നോട് പറഞ്ഞത്. അവർ പോയി നോക്കാത്തതുകൊണ്ട് തന്നെ അത് ഇന്ത്യൻ സ്റ്റുഡൻസിന് അലൗഡ് ആണോ അല്ലയോ എന്നുള്ളത് അവർക്ക് അറിയില്ല. അപ്പോൾ ഓൾമോസ്റ്റ് ക്ലാസ് റൂംസും കാര്യങ്ങളൊക്കെ കണ്ട് ഞാൻ ഇറങ്ങിയേക്കാണ്. അങ്ങനെ അതൊക്കെ കണ്ട് ഞാൻ ആ ഒരു ബിൽഡിങ്ങിൽ നിന്ന് ഇറങ്ങി. ഇനി ബത്തൂമിയുടെ അനാട്ടമി ലാബൊക്കെ കാണാമെന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷെ അവിടെ എന്തോ പരീക്ഷ നടക്കുന്നുണ്ട്, എനിക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റിയില്ല. കാണാൻ പറ്റും യൂണിവേഴ്സിറ്റിന്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് ഓസ്കി ലാബ് ഉള്ളത്. ഇനി ഞാൻ അവിടുന്ന് യൂണിവേഴ്സിറ്റിന്റെ പിന്നിൽ ഒരു പാർക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ആ പാർക്ക് ഒന്ന് പോയി കാണാന്ന് വെച്ചിട്ട് അങ്ങോട്ടേക്ക് പോയി. ഫുൾ ഗ്രീനറി ആയിട്ടുള്ള ഒരു വാക്കിംഗ് പാർക്കാണത്. ഇവിടെ പകല് കുട്ടികൾക്ക് കളിക്കാനും പെറ്റ്സിനെ കളിപ്പിക്കാനൊക്കെയാണ് ആൾക്കാർ വരുന്നത്. ഞാൻ യൂണിവേഴ്സിറ്റിയിലെ കുട്ടികളോട് ചോദിച്ച സമയത്ത് അവർ പറഞ്ഞത് അവർ ബുക്കൊക്കെ വായിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പാർക്കിലേക്ക് വരാറുണ്ട് എന്നാണ്. ആ പാർക്കിന്റെ ഒരു ഭാഗത്ത് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെക്ഷൻ ഉണ്ട്. അവിടെ കുറച്ച് റൈഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും ബത്തൂമി എന്ന് പറയുന്നത് ഒരു 10-15 മിനിറ്റിൽ നമുക്ക് ഓടിയെത്താവുന്ന സ്ഥലങ്ങളാണ് എല്ലാം. നേരെ എന്താണ് ഇവിടുത്തെ ഒരു ഹോസ്റ്റലുണ്ട്, ഇവിടെ തൊട്ടടുത്തൊരു ഹോസ്റ്റലുണ്ട്. അപ്പോൾ ഹോസ്റ്റൽ കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ അത് ബത്തൂമിയിലുള്ള മലയാളി സ്റ്റുഡൻസ് നിൽക്കുന്ന ഹോസ്റ്റലാണ്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. എങ്ങനെ ഉണ്ട് എന്നൊക്കെ കാണാൻ പറ്റുമല്ലോ. സാധാരണ ബത്തൂമിയിൽ പഠിക്കുന്ന കുട്ടികൾ അപ്പാർട്ട്മെന്റ് എടുത്തിട്ടാണ് നിൽക്കാറുള്ളത്. കാരണം ഹോസ്റ്റലിൽ നിൽക്കുന്ന സമയത്ത് ഫുഡ് കമ്പൽസറി ആയിരിക്കും. അത് തന്നെ ഒരേ മെനു റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ട് അവർക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് പറയാറുണ്ട് കുട്ടികൾ. പിന്നെ അതുപോലെ അപ്പാർട്ട്മെന്റിൽ നിൽക്കുന്ന സമയത്ത് അവർ സെൽഫ് കുക്കിംഗ് ചെയ്യുന്നത് കൊണ്ട് എക്സ്പെൻസ് കുറച്ച് കുറവാണെന്ന് പറയാറുണ്ട്. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ മോസ്റ്റ്ലി കുട്ടികൾ അപ്പാർട്ട്മെന്റ് എടുത്തിട്ടാണ് നിൽക്കാറുള്ളത്. ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികളും ഉണ്ട്. ബത്തൂമിലെ കുട്ടികൾ പ്രധാനമായിട്ട് നിൽക്കുന്ന 1-2 ഹോസ്റ്റലുണ്ട്. എന്നാൽ ഞാൻ ആ ഹോസ്റ്റലുകളൊന്ന് പോയി കാണാമെന്ന് വിചാരിച്ചു. ഈ ഹോസ്റ്റലുകളിലേക്ക് ഓൾമോസ്റ്റ് ഒരു 10-15 മിനിറ്റ് പോകാനുണ്ട്. ബത്തൂമിലുള്ള ഹോസ്റ്റൽ ഫ്ലോർ സെപ്പറേറ്റഡ് ആണ്. അതായത് ഒരു ഫ്ലോറിൽ ബോയ്സും ഒരു ഫ്ലോറിൽ ഗേൾസും എന്നുള്ള രീതിയിലാണ്. ഇവിടെ കേരള മെസ് ആണ്. കാരണം ഒരു മലയാളി ഷെഫ് ഉണ്ട് ഇവിടെ, അവരാണ് കുക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കേരള ഫുഡ് ഇവിടെ കിട്ടാണ്ട്. പക്ഷെ മെസ്സ് കമ്പൽസറി ആണ്, നമുക്ക് സെൽഫ് കുക്കിംഗ് ചെയ്യാൻ പറ്റില്ല. ഹോസ്റ്റലിൽ ചെറിയൊരു കിച്ചൺ ഉണ്ട്, പക്ഷെ അത് സെൽഫ് കുക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടില്ല, അവരുടെ പ്ലേറ്റും ഗ്ലാസ്സുകളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ കുട്ടികൾക്ക് ഡ്രസ്സ് അലക്കാൻ വേണ്ടിയിട്ടുള്ള 2 വാഷിംഗ് മെഷീൻ ഉണ്ട്. പിന്നെ ഇവിടെ എല്ലാം 4 ഷെയറിംഗ് റൂമുകളാണുള്ളത്. ബത്തൂമിലുള്ള ഹോസ്റ്റൽ അത്രമാത്രം സ്പേഷ്യസ് ആയിട്ട് എനിക്ക് തോന്നിയില്ല, പക്ഷെ നീറ്റാണ്. ഈ ഹോസ്റ്റലിനും മെസ്സിനും കൂടെ ഒരു മാസത്തേക്ക് $300 എക്സ്പെൻസ് വരാറുള്ളത്. അതിൽ ഫുഡിന്റെ പുറമെ വൈഫൈ, ഇലക്ട്രിസിറ്റി, വാട്ടർ എല്ലാ ബില്ലുകളും ഇൻക്ലൂഡഡ് ആണ്. റൂമിലേക്ക് കയറിയ സമയത്ത് റൂമുകൾ അത്ര സ്പേഷ്യസ് ഒന്നും ഇല്ലെങ്കിലും കുട്ടികൾക്ക് പഠിക്കാനുള്ള ടേബിളും ചെയറും ഡ്രസ്സുകൾ വെക്കാനുള്ള കബോർഡൊക്കെ അവിടെ ഉണ്ടായിരുന്നു. കേരള ഫുഡാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. വീക്കിലി എല്ലാ ദിവസവും നോൺ വെജ് ഉണ്ട്. എല്ലാ ദിവസവും നോൺ വെജ്, വെജ് ആവശ്യമുള്ളവർക്ക് വെജും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ മാസത്തിൽ ഫിഷ് കൊടുക്കുന്നുണ്ട്, പൂരി ആഴ്ചയിലെ പൂരി കൊടുക്കുന്നുണ്ട്, ദോശ കൊടുക്കുന്നുണ്ട്. അങ്ങനെ കേരള ഫുഡെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഞാൻ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി ഇപ്പം ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ടാക്സിയിൽ പരിചയപ്പെട്ടാണ്. അപ്പോൾ ഇവിടെ ആപ്പിളിൻ്റെ പ്രൊഡക്ട്സുകൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ വർക്ക് ചെയ്യുന്നത്. അതേപോലെ തന്നെ ടാക്സി കൊടുത്തിട്ട് മൂപ്പര് ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു. അപ്പം ഞാൻ ഇവിടെ അടുത്തുള്ള ഒരു ഇന്ത്യൻ സ്റ്റോപ്പിലേക്ക് പോവാണ്. ഹോസ്റ്റൽ കണ്ടു, കുഴപ്പമൊന്നുമില്ല, നല്ല ഹോസ്റ്റലാണ്, ഭയങ്കര ഫ്രണ്ട്ലി എൻവയോൺമെന്റ് ആണ്. അതാണല്ലോ കുട്ടികൾക്ക് മെയിനായിട്ട് വേണ്ടത്. അങ്ങനെ ഞാൻ ഹോസ്റ്റലും കണ്ടിറങ്ങി തൊട്ടടുത്തുള്ള താജ് ഹോട്ടലിൽ നിന്ന് ഒരു ബിരിയാണിയും കഴിച്ച് സ്നാക്സും വാങ്ങി ഞാൻ നേരെ റൂമിലേക്ക് പോകും. നാളെ നമുക്ക് ബത്തൂമി സിറ്റി ഒന്ന് കറങ്ങി കാണണം.